അപ്പോഴേ ഒരു വ്യത്യസ്തമായ കഞ്ഞിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അറിയാലോ, ഇപ്പൊ നോയമ്പ് കാലവും കഷ്ടാനുഭവാഴ്ചയൊക്കെയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും ഭക്തിയോടും നോയമ്പോടും കൂടി പോകുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു നോയമ്പ് കാല കഞ്ഞി അതെങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഇത് ആദ്യം ഇത് കുക്കറിൽ അടിച്ചെടുക്കുക കേട്ടോ. കഞ്ഞിക്കലത്തിലായാലും നമുക്ക് അടുപ്പത്ത് ചെയ്യാം. ഇത് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കണം കേട്ടോ. സമയത്ത് നമുക്ക് ആ കഞ്ഞി ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതെ, ഇതേപോലെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതൊരു 2-3 വർഷം ചുക്ക്, ഒരു 2 വർഷം ചുക്ക് ഏകദേശം. അത് നമുക്കതൊന്ന് ചതച്ചെടുക്കണം കല്ലിൽ വെച്ച്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വേവും കൂടെ ഉണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂൺ ഉലുവ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. അതായി. നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം കഞ്ഞിയിലേക്ക്. ജീരകം കുറച്ച് മതി, നമ്മൾ തേങ്ങയിൽ അരയ്ക്കുന്നുണ്ട് ജീരകം. ഇത് 3 സ്പൂൺ ആശാല ഇട്ടോളൂ കേട്ടോ. ഞാൻ 2 വർഷം ചുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടാകുന്നിട്ട് കൊടുക്കാം. ചുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു തേങ്ങയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചാണ് ഇത്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതേ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് കഴിക്കാം. നമ്മുടെ അച്ചാറും അതുപോലെ പയറും നമ്മൾ റെഡിയാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി ഇടണമെന്നുള്ളവർക്ക് ചെറിയുള്ളി ഇടാം കേട്ടോ. അതിനകത്ത് നമ്മൾ ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ കുറച്ച് ബാലൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചെറിയുള്ളിയുടെ ചുവ ചിലവർക്ക് ഇഷ്ടപ്പെടും പിറ്റേ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ ഐറ്റം. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സൈഡായിട്ട് അച്ചാറും പപ്പടവും പയറൊക്കെ കൂട്ടി പിടിക്കാൻ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ തേങ്ങയും ഇതൊക്കെ ഇട്ടേക്കാൻ കൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല ആശാലോട്ട് ഇഷ്ടം. തേങ്ങ അരച്ചൊക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇത് കഴിക്കാൻ അച്ചാറും പയറൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അടിപൊളിയാണ്. അപ്പൊ ശരി, ഞങ്ങൾ എന്തായാലും കഞ്ഞി പിടിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ ബൈ ബൈ.